കിഴക്കൻ പഞ്ചാബിലും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പഞ്ചാബ് പ്രവിശ്യയിൽ, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ കനത്ത പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് വൻതോതിൽ ആളുകളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്നിട്ടും പാകിസ്ഥാൻ ഭരണകൂടത്തിന് കൃത്യമായിട്ട് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവിടുത്തെ ജനങ്ങളുടെ പരാതി. 48 മണിക്കൂറിനുള്ളിൽ 3 ലക്ഷം ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരുന്നു. അതായത് തൊട്ട അയൽപ്പക്ക രാജ്യമായ ഇന്ത്യ നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രളയ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നതാണ്. പക്ഷേ എന്നിട്ടും ഈ അധികൃതർക്ക് കൃത്യമായ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. സത്ലജ്, രവി, ചെനാബ് തുടങ്ങിയ നദികളിലെ ജലനിരപ്പ് റെക്കോർഡ് ഉയരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. അത്രയും വെള്ളം ഉയർന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 100ഓളം ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലടിയിലായി. ഏതാണ്ട് 10,000 ഹെക്ടറിലധികം കൃഷിയാണ് വ്യാപകമായി നശിച്ചത്. ഇത്രയും വലിയ ദുരന്തമുണ്ടാകുമ്പോൾ ഭരണകൂടത്തിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് എന്താണ്? ഇത്തരത്തിൽ പ്രളയം ഉണ്ടാകുമ്പോൾ ആളുകൾ അവരുടെ വീടുകളിലെ പാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കണം. അതായത് ഈ ഓവുചാലിലേക്കും മറ്റും ഒഴുകി പോകുന്ന വെള്ളത്തെ പാത്രങ്ങളിലും മറ്റും ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രളയത്തെ തടയാം. അപ്പോൾ ഒരു ഭരണാധികാരികൾക്ക് ഉണ്ടാകേണ്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഒരു മികവോ ഒന്നുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. മാത്രമല്ല 10-15 വർഷം എടുത്തിട്ടാണ് സാധാരണഗതിയിൽ ഡാം നിർമ്മിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, വളരെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടൊക്കെ ഡാം നിർമ്മിച്ചിട്ട് അതിലേക്ക് ഈ വെള്ളം ശേഖരിച്ച് വെക്കണമെന്നൊക്കെ ഈ മന്ത്രി പറയുന്നു. ഇനി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കാര്യം ആലോചിച്ച് നോക്കുക. ഷെഹബാസ് ഷെരീഫ് പുടിനുമായിട്ട്, അതായത് റഷ്യൻ പ്രസിഡന്റുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇരിക്കുമ്പോൾ സ്വന്തം ചെവിയിൽ ഒരു ഇയർഫോൺ വെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അവസാനം പുടിൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സ്വന്തം ചെവിയിൽ ഒരു ഇയർഫോൺ വെക്കാൻ പോലും അറിയാത്ത ഒരു ഭരണാധികാരിയാണ് പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നത്. ഈ ഒരു നാണക്കേട് അവിടുത്തെ ജനങ്ങൾക്ക് എത്രത്തോളം ഉണ്ടായി? അതായത് നിലവിൽ 1.38 ദശലക്ഷത്തോളം ആൾക്കാർ മൊത്തം ഈ പ്രളയത്തെ തുടർന്ന് അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ തന്നെ മൺസൂൺ കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, ഇന്ത്യയിൽ വലിയ മഴയുണ്ടാകുമ്പോൾ അവിടെ നിന്ന് വെള്ളം കുതിച്ചൊഴുകി അയൽ രാജ്യമായ പാകിസ്ഥാനിലേക്ക് പോകുന്നു. നമ്മുടെ ഡാമുകൾ നിറഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം തുറന്നുവിടും. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ മുൻപേ തന്നെ പാകിസ്ഥാനെ അറിയിച്ചതാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാകാതിരിക്കാൻ വേണ്ടി വെള്ളത്തെ നദികളിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ഈ മുന്നറിയിപ്പ് കിട്ടിയ സമയത്ത് യാതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പം ചെയ്തിട്ട് എന്ത് പ്രയോജനമെന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകൾ, സ്കൂളുകൾ ഇതൊക്കെ തന്നെ ആശ്വാസ കേന്ദ്രങ്ങളായിട്ട് അല്ലെങ്കിൽ അഭയ കേന്ദ്രങ്ങളായിട്ട് മാറുന്നു. പക്ഷേ അവിടേക്കും വെള്ളം കുതിച്ചെത്തുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പലരും അവിടെ നിന്ന് കുടിയിറക്കിയപ്പോൾ തെരുവുകളിൽ കഴിയുകയാണ്. ഇവർക്ക് ഭക്ഷണമോ മരുന്നോ ഒന്നും എത്തിക്കുന്നില്ല. അപ്പോൾ വൻതോതിലുള്ള ഒരു പ്രളയം ഇടയ്ക്കിടെ ഇവിടെ ഉണ്ടാകുന്നു. ഏതാണ്ട് 1998 ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രളയം. അല്ലെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ചരിത്രത്തിൽ കിഴക്കൻ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഈ പഞ്ചാബ് മേഖലയിൽ 43 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രളയമാണ്. ഇത്തരത്തിലൊരു പ്രളയമോ അല്ലെങ്കിൽ യുദ്ധമോ ദുരന്തമോ ഒക്കെ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ വേണ്ട മാനേജ്മെൻറ്റ് സംവിധാനമൊന്നും ഈ സർക്കാരിൻ്റെ കയ്യിലില്ലേ എന്നാണ് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അതായത് പാക് ഭരണാധികാരികൾക്ക് യാതൊരുവിധ ഉൾക്കാഴ്ചയും ഇല്ല എന്ന് ജനങ്ങൾ തന്നെ കുറ്റപ്പെടുത്തുന്നു. ഇവിടെ ജനങ്ങൾ ഈ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നു, കഷ്ടപ്പെടുന്നു. ഈ സമയത്ത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് ഷെഹബാസ് ഷെരീഫ് പറയാണ്, ജാഫർ എക്സ്പ്രസ് അട്ടിമറിച്ചത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ്, അവർക്ക് വേണ്ടിയിട്ടല്ല പിന്തുണ നൽകിയത് ഇന്ത്യയാണ്, അതുകൊണ്ട് ഇന്ത്യ ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നു. അപ്പോൾ സ്വന്തം നാട്ടിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോഴും ഇല്ലാത്ത തീവ്രവാദ ഭീകരവാദ കഥകൾ പറഞ്ഞ് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആരും അതിനെ അംഗീകരിച്ചില്ല, കേൾക്കുന്നില്ല. അതുകൊണ്ട് ആ ശ്രമവും പരാജയപ്പെട്ടു. അപ്പോൾ കനത്ത മഴ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിൽ ഉണ്ടാകാമെന്നുള്ള മുന്നറിയിപ്പൊക്കെ അവർക്ക് നൽകിയിരിക്കുകയാണ്. എന്നിട്ടും ഇതൊന്നും ഉൾക്കൊള്ളാതെ ഈ സത്ലജ്, രവി, ചെനാബ് തുടങ്ങിയ നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ, അല്ലെ അവിടുത്തെ ജനങ്ങളെ കൃത്യമായിട്ട് മാറ്റിപ്പാർപ്പിക്കാൻ കഴിയാതെ ഭരണകൂടം ബുദ്ധിമുട്ടുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് പ്രധാന നഗരങ്ങളിലേക്ക് വെള്ളം ഒഴുകാതിരിക്കാനായിട്ട് വെള്ളം റിവറിലേക്ക്, നദികളിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. എത്ര ദുർബലമായ വാദങ്ങളാണ് അവർ ഉന്നയിച്ചു വെക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രധാനമായിട്ടും ഖൈബർ പക്തൂൺഖ, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നീ മേഖലകളിൽ പ്രളയവും വെള്ളപ്പൊക്കവും വലിയ കെടുതികളാണ്
ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം 2022 1700ഓളം പേർ കൊല്ലപ്പെട്ട ഒരു വലിയ പ്രളയം പാകിസ്ഥാനിലുണ്ടായിരുന്നു. അന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. $30 ബില്യൺ സാമ്പത്തിക നഷ്ടമുണ്ടായി. അതിനുശേഷമാണ് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ കൈ നീട്ടുന്നൊരവസ്ഥ പരസ്യമായത്. അതായത് IMFൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നു, വേൾഡ് ബാങ്കിൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നു, പിന്നീട് ചൈനയും അസർബൈജാനും തുർക്കിയും ഒക്കെ കുറച്ച് സാമ്പത്തിക സഹായം നൽകുന്നു. ഇപ്പോഴും ഈ പ്രളയത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം കിട്ടുമോ എന്നാണ് പാക് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ കിട്ടിയാൽ ആ പണം സൈനിക മേധാവികളും രാഷ്ട്രീയക്കാരും കൂടെ തട്ടിയെടുക്കും. കുറച്ചു പണം മാറ്റി വെച്ചിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് മാറ്റാമോ എന്ന് ചിന്തിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഞ്ചാബ് മേഖലയിലെ ജനങ്ങളുടെ ഉപജീവന മാർഗമായ കാർഷിക മേഖല ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിക്കുന്നു. ഏതാണ്ട് 1100ഓളം ഗ്രാമങ്ങളാണ് ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത്. മാത്രമല്ല 48 മണിക്കൂറിൽ 3 ലക്ഷം ആളുകളെ ഒഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പലർക്കും സ്വന്തം വീടുകളിൽ താമസിക്കാൻ കഴിയുന്നില്ല. ഇപ്പം ഔദ്യോഗിക കണക്കനുസരിച്ച് ഏതാണ്ട് 800നും 900നും ഇടയ്ക്കാണ് മരണനിരക്ക് രേഖപ്പെടുത്തിയത്. 2500ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയൊക്കെ ഇനി എങ്ങനെ അധിവസിപ്പിക്കും, അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയുടെ നഷ്ടം എങ്ങനെ നികത്തും, ഇതൊന്നും അറിയില്ല. കാരണം ഈ പ്രളയം പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നടുവൊടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ IMFൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നും ഉൾപ്പെടെ എടുത്ത ലോണുകൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ആശങ്കയിലാണ് ഭരണകൂടം. ഇത്തരത്തിലുള്ള വലിയ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പം 40-45 വർഷങ്ങൾക്കിടയിൽ ഇത്രയും വലിയ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ അതിനെ പ്രതിരോധിക്കാൻ എന്ത് മുൻകരുതലാണ് ഭരണകൂടം എടുത്തത്? ഇപ്പം നമുക്കറിയാം, ലോകത്ത് തന്നെ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും അവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാം. അതിനെയൊക്കെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അവർ ബുദ്ധിമുട്ടുമ്പോൾ പ്രതിരോധ മന്ത്രി വന്നേച്ച് പറയുന്നു, പാത്രങ്ങൾ എടുത്തിട്ട് നിങ്ങൾ വെള്ളം ശേഖരിച്ചു വെക്കൂ. അങ്ങനെ വെള്ളം ശേഖരിച്ചാൽ പ്രളയത്തെ തടയാം. ചെറിയ അണക്കെട്ടുകൾ നിർമ്മിച്ച് അതിലേക്ക് വെള്ളം ശേഖരിച്ചു വെക്കൂ. അപ്പോൾ യാതൊരു ദിശോബോധവുമില്ലാത്ത ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ ഒരു രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കുമെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ അവരുടെ സൈനിക മേധാവിക്ക് പ്രതിരോധ മന്ത്രിക്കൊക്കെ പോഴത്തരം പറയാനല്ലാതെ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ അറിയത്തില്ല. ഇപ്പോഴും ഈ പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൃത്യമായി ഭക്ഷണമോ മരുന്നോ അടിസ്ഥാന സൗകര്യങ്ങളോ എത്തിച്ചു കൊടുക്കാൻ പോലും ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു ഒറ്റ പ്രളയം കൊണ്ട്, ഇപ്പം ധാരാളം മഴ ഇന്ത്യയുടെ ഭാഗത്ത് പെയ്യുമ്പോഴും നമ്മുടെ ഡാമുകൾ നിറഞ്ഞാൽ അത് തുറന്നു വിടും. ഇത് നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള വെള്ളം ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രളയ സാധ്യതയുണ്ട്, മൺസൂൺ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ വിനാശകരമായ ഒരവസ്ഥയിലേക്ക് പാക് സർക്കാർ അല്ലെങ്കിൽ പാക് ജനങ്ങൾ മാറുന്നു. ഇപ്പോൾ ജനങ്ങൾ പ്രത്യക്ഷമായി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതായത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് അവരുടെ GDPയുടെ നട്ടെല്ലായ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവിടെ പണിയെടുക്കുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളണം. അതായത് ബലൂജ് മേഖലയിൽ, ഗിൽജിത് പാൾട്ടിസ്ഥാൻ മേഖലയിൽ, ഖൈബർ പഖ്തൂൺഖ മേഖലയിലൊക്കെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് പോലെ തങ്ങളും ഇനി പ്രതിഷേധിക്കണം. കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന പണം മാത്രം മതി പാകിസ്ഥാൻ സർക്കാരിന്. ഈ പണം തന്നെ അഴിമതിയിലൂടെ സൈനിക ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവർക്ക് ഏർപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പം രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസമൊക്കെ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ പഞ്ചാബ് പ്രവിശ്യയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഡയറക്ടറായ ജനറൽ അൻഫാൻ അലി കാത്തിയ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ നേരത്തെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഒരു പ്രളയ സാധ്യതയുണ്ടെന്നും വീണ്ടും നദികളിലെ അണക്കെട്ടുകളിലെ ജലം തുറന്നുവിടാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഈ മുന്നറിയിപ്പിനൊന്നും ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അതിനെ അംഗീകരിക്കാത്ത നിലപാട് ഭരണാധികാരികൾ കൈക്കൊള്ളുകയും ചെയ്തു. അപ്പോൾ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമികളാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് അന്താരാഷ്ട്ര വേദിയിൽ പറഞ്ഞുകൊണ്ട് സ്വന്തം രാജ്യത്തെ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഇനി ആ മേഖലയിലെ വീടുകളിൽ താമസിക്കാൻ പറ്റത്തില്ല. ഏതാണ്ട് 1100ഓളം ഗ്രാമങ്ങൾ ഈ ദുരന്തത്തിൽ പെട്ടു. ഏതാണ്ട് 10,000 ഹെക്ടറിലധികം കൃഷി നശിച്ചു. ഇവർക്ക് അടിസ്ഥാന സൗകര്യമില്ല, ആഹാരമില്ല, മരുന്നില്ല, എന്തിന് മാറിയിടാൻ വസ്ത്രങ്ങൾ പോലുമില്ല. ഇപ്പോൾ പാക് ഭരണകൂടം പറയുന്നത് ഈ സെപ്റ്റംബർ മാസം അവസാനം വരെ സ്കൂളുകളും കോളേജുകളും എല്ലാം പൂർണ്ണമായിട്ടും അടച്ചിടും. അപ്പോൾ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 800
800-900 ആളുകൾ കൊല്ലപ്പെട്ടിട്ടും അക്കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള എന്ത് നിലപാട് സ്വീകരിക്കാം, ഇതാണ് പാക് ഭരണകൂടം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്, ഇത്തരത്തിലൊരു ഭരണകൂടത്തെ ഞങ്ങൾക്ക് വേണ്ട. അവിടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ടായാൽ അത്തരം പ്രശ്നങ്ങളിലേക്ക് ഞങ്ങളും ഇൻവോൾവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് പാകിസ്ഥാൻ വിഘടിച്ചു മാറുന്ന കാലം അധികം വിദൂരമല്ല. ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളൊന്നും ചെയ്യുന്നില്ല, കാഴ്ചപ്പാടില്ല, മണ്ടത്തരങ്ങൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി മറ്റ് ലോക നേതാക്കൾക്ക് മുന്നിൽ അപഹാസ്യനാകുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ആ രാജ്യത്തിന് വലിയ നാണക്കേടൊക്കെ ഉണ്ടാവുകയാണ്. അപ്പം കനത്ത മഴയും അതേ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും പാകിസ്ഥാൻ്റെ വിവിധ ഇടങ്ങളിലെ പ്രദേശങ്ങളെ പൂർണ്ണമായിട്ടും ദുരിതത്തിലാക്കിയിരിക്കുന്നു. അതിനെ അതിജീവിക്കാൻ ഇപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല. മൊത്തം ഈ 1.38 ദശലക്ഷം ആളുകൾക്ക് സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ട ഗതികേടുണ്ടായിരിക്കുന്നു. മുൻ പ്രളയത്തിലൊക്കെ ഉണ്ടായപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിച്ചെങ്കിലും അവരെ ഇപ്പോഴും പൂർണ്ണമായിട്ടും പുനരധിവസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം 3 ലക്ഷം ആളുകളെയാണ് ഇവിടെ നിന്ന് ഒഴിപ്പിച്ചത്. ഇവരെ ഇനി എന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നോ അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ നൽകുമെന്നോ ഔദ്യോഗികമായി പറയാൻ പാക് ഭരണകൂടത്തിനും സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സംഘടിച്ച് ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ചാൽ അതിനെ അതിജീവിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.